everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 57th lecture on Strategic Cost and Management Accounting. This lecture is based on Standard Costing and Variance Analysis, which is the third module in the subject Strategic Cost and Management Accounting for Semester 3 students of MCOM. In previous lecture, we were discussing a problem on material variances. And in this lecture, we are going to discuss the balance portion under material variances. മെറ്റീരിയൽ വേരിയൻസസിൽ നമ്മൾ ഇതുവരെ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്താണെന്നും മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്താണെന്നും മെറ്റീരിയൽ യൂസേജ് ഓർ ക്വാണ്ടിറ്റി വേരിയൻസ് എന്താണെന്നും ഡിസ്കസ് ചെയ്തു. ആൻഡ് ഈ വേരിയൻസസിൻ്റെ കാൽക്കുലേഷൻ വരുന്ന ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറ്റീരിയൽ വേരിയൻസസിലെ ഫോർത്ത് വൺ ആണ്. ആൻഡ് ദാറ്റ് ഈസ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. മെറ്റീരിയൽ മിക്സ് വേരിയൻസ് MMV. It is that portion of the material usage variance which is due to the difference between standard and the actual composition of a mixture. അതായത് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൻ്റെ ഒരു പോർഷൻ ആണ്. ആൻഡ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ഒക്കർ ചെയ്യുന്നത് മെറ്റീരിയൽസിൻ്റെ മിക്സ്ചറിൻ്റെ ആക്ച്വൽ കോമ്പോസിഷനും മെറ്റീരിയൽസിൻ്റെ മിക്സ്ചറിൻ്റെ സ്റ്റാൻഡേർഡ് കോമ്പോസിഷനും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മെറ്റീരിയൽ എയും ഉണ്ട്, മെറ്റീരിയൽ ബിയും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് മെറ്റീരിയൽസും മിക്സ് ചെയ്യുന്നതിനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് കോമ്പോസിഷൻ ഉണ്ടായിരിക്കും. ആൻഡ് മാനുഫാക്ചറിങ് ടൈമിൽ ആക്ച്വലി ഈ രണ്ട് മെറ്റീരിയൽസിനും ഉണ്ടാകുന്ന കോമ്പോസിഷനും ഉണ്ടാകും. അപ്പോൾ ഈ ആക്ച്വൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോമ്പോസിഷനിൽ നിന്ന് ഡിഫർ ചെയ്യുമ്പോഴാണ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ഒക്കർ ചെയ്യുന്നത്. ക്ലിയർ? ഇൻ അതർ വേർഡ്സ്, this variance arises because the ratio of materials being changed from the standard ratio set. In other words, material mix variance arise ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് മെറ്റീരിയൽസിൻ്റെ മിക്സിനായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് റേഷ്യോയിൽ നിന്നും ആക്ച്വലി ഉള്ള റേഷ്യോ ഓഫ് മെറ്റീരിയൽസ് ചേഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് പ്രൈസ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് ആൻഡ് സ്റ്റാൻഡേർഡ് പ്രൈസ് ഓഫ് ആക്ച്വൽ മിക്സ്. മെറ്റീരിയൽ മിക്സ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് മിക്സിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ മിക്സിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടാണ്. അതായത് സ്റ്റാൻഡേർഡ് മിക്സിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ മിക്സിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. In case of material mix variance, two situations may arise. മെറ്റീരിയൽ മിക്സ് വേരിയൻസിൻ്റെ കേസിൽ രണ്ട് സിറ്റുവേഷനാണ് അറൈസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെൻ ആക്ച്വൽ വെയ്റ്റ് ഓഫ് മിക്സ് ആൻഡ് സ്റ്റാൻഡേർഡ് വെയ്റ്റ് ഓഫ് മിക്സ് ഡു നോട്ട് ഡിഫർ. അതായത് മെറ്റീരിയൽസിൻ്റെ മിക്സിൻ്റെ ആക്ച്വൽ വെയ്റ്റും സ്റ്റാൻഡേർഡ് വെയ്റ്റും ഡിഫർ ചെയ്യുന്നില്ല. ദേ ആർ ഈക്വൽ. ഇൻ സച്ച് എ കേസ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ഈസ് കാൽക്കുലേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഫോളോയിങ് ഫോർമുല. ഈ ഒരു കേസിൽ ഇനി പറയുന്ന ഫോർമുല യൂസ് ചെയ്താണ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ഫോർമുല ഈസ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് കോസ്റ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി, ഓർ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് മൈനസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ മിക്സ്. നമുക്ക് ഫോർമുലാസ് ഡിസ്കസ് ചെയ്യാം. സ്റ്റാൻഡേർഡ് യൂണിറ്റ് കോസ്റ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. സ്റ്റാൻഡേർഡ് യൂണിറ്റ് കോസ്റ്റ് എന്താണെന്ന് അറിയാലോ? സ്റ്റാൻഡേർഡ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ സർട്ടൺ യൂണിറ്റ്സ് ഓഫ് പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നതിനായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് യൂസേജ് ആണ്. ആൻഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഈ പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ആക്ച്വലി ഉണ്ടാകുന്ന മെറ്റീരിയൽസിൻ്റെ യൂസേജ് ആണ്. ആൻഡ് സെക്കൻഡ് ഫോർമുല നോക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് മൈനസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ മിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മെറ്റീരിയൽ മിക്സ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് മിക്സിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ മിക്സിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടാണ്. സോ ആ സെയിം കൺസെപ്റ്റാണ് ഈ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സിൽ നിന്നും സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ മിക്സ് മൈനസ് ചെയ്യുന്നു. ദെൻ we will get material mix variance. ഇതിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് കിട്ടുന്നതിനായി സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ചെയ്താൽ മതിയാകും. ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ മിക്സ് കിട്ടുന്നതിനായി സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ചെയ്താൽ മതിയാകും. ഓക്കെ.
If the standard is revised due to shortage of a particular type of material, the material mix variance is calculated as follows. അതായത് മെറ്റീരിയൽസിൻ്റെ മിക്സിനായി സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെറ്റീരിയലിൻ്റെ ഷോർട്ടേജ് കൊണ്ട് റീവൈസ് ചെയ്യുകയാണ് എങ്കിൽ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇനി പറയുന്ന ഫോർമുലാസ് യൂസ് ചെയ്താണ്. And the formulas are standard unit cost into revised standard quantity minus actual quantity, or standard cost of revised standard mix minus standard cost of actual mix. ഫസ്റ്റ് ഫോർമുലയിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കോസ്റ്റും ആക്ച്വൽ ക്വാണ്ടിറ്റിയും എന്താണെന്ന് നമുക്കറിയാം. റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയുടെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണെന്ന് ഒരു പ്രോബ്ലത്തിലൂടെ ക്ലിയർ ആക്കാം. സെക്കൻഡ് ഫോർമുലയിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സിൻ്റെ കമ്പ്യൂട്ടേഷനും ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആകും. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ മിക്സ് എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, സ്റ്റാൻഡേർഡ് റീവൈസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഫോർമുലയിൽ നിന്നും ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഫോർമുലയുടെ കേസിൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിക്ക് പകരം റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആകുന്നു. ആൻഡ് സെക്കൻഡ് ഫോർമുലയുടെ കേസിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സിന് പകരം സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ് ആകുന്നു. മെറ്റീരിയൽ മിക്സ് വേരിയൻസിൽ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ അതിൽ ഫസ്റ്റ് സിറ്റുവേഷൻ വരെയാണ് ഡിസ്കസ് ചെയ്തത്. നമുക്കിനി മെറ്റീരിയൽ മിക്സ് വേരിയൻസിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് മെറ്റീരിയൽസ് മിക്സ് വേരിയൻസ്. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. മെറ്റീരിയൽസ് എ ബി, രണ്ട് മെറ്റീരിയൽസ് ആണുള്ളത്, എയും ബിയും. ആൻഡ് രണ്ട് മെറ്റീരിയൽസിൻ്റെയും സ്റ്റാൻഡേർഡും ആക്ച്വലും തന്നിട്ടുണ്ട്. മെറ്റീരിയൽ എയുടെ സ്റ്റാൻഡേർഡ് 200 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹12. മെറ്റീരിയൽ എയുടെ ആക്ച്വൽ 160 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹13. ആൻഡ് മെറ്റീരിയൽ ബിയുടെ സ്റ്റാൻഡേർഡ് 100 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹10. ആൻഡ് മെറ്റീരിയൽ ബിയുടെ ആക്ച്വൽ 140 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹10. Due to shortage of material A, it was decided to reduce consumption of A by 15% and increase that of material B by 30%. അതായത് മെറ്റീരിയൽ എയുടെ ഷോർട്ടേജ് കൊണ്ട് മെറ്റീരിയൽ എയുടെ കൺസംഷൻ 15% കുറയ്ക്കാനും മെറ്റീരിയൽ ബിയുടെ കൺസംഷൻ 30% കൂട്ടാനും തീരുമാനിച്ചു. അതായത് ഇവിടെ മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് മിക്സ് റീവൈസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആൻസറിലേക്ക് പോകാം. നമ്മളിപ്പോൾ പറഞ്ഞു മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് മിക്സ് റീവൈസ് ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ആദ്യം റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ് ആണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. മെറ്റീരിയൽ എയുടെ കേസിലും മെറ്റീരിയൽ ബിയുടെ കേസിലും കൺസംഷൻ റീവൈസ് ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽ എയുടെ കൺസംഷൻ 15% റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെറ്റീരിയൽ എയുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 200 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഈ മെറ്റീരിയൽ എയുടെ സ്റ്റാൻഡേർഡായ 200ൽ നിന്നും 15% കൺസംഷൻ റെഡ്യൂസ് ചെയ്യുകയാണ്. അതായത് 200 യൂണിറ്റ്സിൻ്റെ 15% കൺസംഷൻ കുറയുകയാണ്. 200 യൂണിറ്റ്സിൻ്റെ 15% എന്ന് പറയുന്നത് 30 യൂണിറ്റ്സ് ആണ്. അതായത് 200 യൂണിറ്റ്സിൽ നിന്നും 30 യൂണിറ്റ്സ് റെഡ്യൂസ് ചെയ്യുകയാണ്. ദെൻ ദ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ മെറ്റീരിയൽ എ കംസ് ടു 170 യൂണിറ്റ്സ്. ക്ലിയർ? മെറ്റീരിയൽ ബിയുടെ കേസിൽ 30% കൺസംഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെറ്റീരിയൽ ബിയുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 100 യൂണിറ്റ്സ് ആണ്. ആൻഡ് 100 യൂണിറ്റ്സിനോടൊപ്പം 100 യൂണിറ്റ്സിൻ്റെ 30% കൂടി കൺസംഷൻ ഇൻക്രീസ് ചെയ്യുകയാണ്. 100 യൂണിറ്റ്സിൻ്റെ 30% എന്ന് പറയുന്നത് 30 യൂണിറ്റ്സ് ആണ്. സോ മെറ്റീരിയൽ ബിയുടെ റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 130 യൂണിറ്റ്സ് ആണ്. ദെൻ റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ് എന്ന് പറയുന്നത് മെറ്റീരിയൽ എ 170 യൂണിറ്റ്സ്, മെറ്റീരിയൽ ബി 130 യൂണിറ്റ്സ്. ക്ലിയർ? ഈ ക്വസ്റ്റ്യനിൽ മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി റീവൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ മിക്സ് വേരിയൻസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് കോസ്റ്റ് ഇൻറ്റു റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്നാണ്. ഈ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ആണ് കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. മെറ്റീരിയൽ എയുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കോസ്റ്റ് ₹12 ആണ്. ക്വസ്റ്റ്യനിലുണ്ട് മെറ്റീരിയൽ എയുടെ റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 170 യൂണിറ്റ്സ് ആണ്, നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. മെറ്റീരിയൽ എയുടെ ആക്ച്വൽ ക്വാണ്ടിറ്റി 160 യൂണിറ്റ്സ് ആണ് ക്വസ്റ്റ്യനിലുണ്ട്. എമൗണ്ട്സ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്: ₹12 ഇൻറ്റു 170 യൂണിറ്റ്സ് മൈനസ് 160 യൂണിറ്റ്സ്. And the amount of material mix variance for material A comes to ₹120. And ഈ എമൗണ്ട് പോസിറ്റീവ് ഫിഗർ ആണ്. അതുകൊണ്ട് തന്നെ
റുപ്പീസ് 120 ഫേവറബിൾ ആണ് മെറ്റീരിയൽ എയുടെ മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. ഓക്കെ, ഇനി മെറ്റീരിയൽ ബിയുടെ കേസിൽ റുപ്പീസ് 10 ആണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് കോസ്റ്റ് ക്വസ്റ്റ്യനിലുണ്ട്. ആൻഡ് റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മെറ്റീരിയൽ ബിയുടേത് 130 യൂണിറ്റ്സ് ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. ആൻഡ് മെറ്റീരിയൽ ബിയുടെ ആക്ച്വൽ ക്വാണ്ടിറ്റി 140 യൂണിറ്റ്സ് ആണ് ക്വസ്റ്റ്യനിലുണ്ട്. എമൗണ്ട്സ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്: റുപ്പീസ് 10 ഇൻറ്റു 130 യൂണിറ്റ്സ് മൈനസ് 140 യൂണിറ്റ്സ് ആൻഡ് ദ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ഫോർ മെറ്റീരിയൽ ബി കംസ് ടു റുപ്പീസ് 100. ആൻഡ് ഈ റുപ്പീസ് 100 എന്ന് പറയുന്നത് നെഗറ്റീവ് ഫിഗർ ആണ്. അതുകൊണ്ട് തന്നെ റുപ്പീസ് 100 അൺഫേവറബിൾ അഥവാ അഡ്വേഴ്സ് ആണ് മെറ്റീരിയൽ ബിയുടെ മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. മെറ്റീരിയൽ എയുടെയും മെറ്റീരിയൽ ബിയുടെയും കൂടി മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ എയുടെ റുപ്പീസ് 120 ഫേവറബിളും മെറ്റീരിയൽ ബിയുടെ റുപ്പീസ് 100 അഡ്വേഴ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇതിൽ റുപ്പീസ് 120 പോസിറ്റീവ് ഫിഗറും റുപ്പീസ് 100 നെഗറ്റീവ് ഫിഗറുമാണ്. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് വരുന്നത് റുപ്പീസ് 20 ആണ്. ആൻഡ് ഇതൊരു പോസിറ്റീവ് ഫിഗർ ആണ്. സോ റുപ്പീസ് 20 ഫേവറബിൾ. ക്ലിയർ? We will discuss the balance portion under material variances in the next lectures. Thank you.